എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. PSC പരീക്ഷയില്ലാതെ കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണാവസരം. മിൽമയാണ് അവസരം ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം മേഖലയിൽ വിവിധ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, അസിസ്റ്റന്റ് മെക്കാനിക്കൽ എഞ്ചിനീയർ, അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് ഡയറി ഓഫീസർ, അസിസ്റ്റന്റ് HRD ഓഫീസർ, അസിസ്റ്റന്റ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ, അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ, ലാബ് അസിസ്റ്റന്റ്, മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 50,320 രൂപ മുതൽ 1,01,560 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത്. തിരുവനന്തപുരം മേഖലാ യൂണിയനുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന അപ്കോസിൽ അംഗമായ ക്ഷീരകർഷകർ അല്ലെങ്കിൽ അംഗമായ ക്ഷീരകർഷകരുടെ ആശ്രിതർ എന്ന വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഇയാളുടെ എഴുത്തു പരീക്ഷയിൽ അവർ നേടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പരമാവധി 10% നിരക്കിൽ നിബന്ധനകൾക്ക് വിധേയമായി വെയിറ്റേജ് മാർക്കിന് അർഹതയുണ്ട്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. പ്രായം 1/1/2025 അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ 2/1/1985 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. SSC, ST, OBC കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SSC, ST കാറ്റഗറിക്ക് 5 വർഷവും OBC എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് 3 വർഷവുമാണ് ഏജ് റിലാക്സേഷനായി വരുന്നത്. മേഖലാ യൂണിയനിൽ അംഗമായ ആനന്ദ് മാതൃക ക്ഷീര സഹകരണ സംഘത്തിലെ സ്ഥിരം ജീവനക്കാർക്ക് ഉയർന്ന പ്രായപരിധി 50 വയസ്സാണ്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്ത്യൻ പൗരത്വം ഉള്ളവരായിരിക്കണം. എഴുത്തു പരീക്ഷയിൽ 50% മാർക്ക് ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടുകയുള്ളൂ. യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ എഴുത്തു പരീക്ഷ, നൈപുണ്യ പരീക്ഷ, ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഈ തസ്തികയിലൂടെ സ്ഥിരം നിയമനം ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തിരുവനന്തപുരം മേഖലാ യൂണിയൻ്റെ സഹോദര സ്ഥാപനങ്ങളായ മലബാർ, എറണാകുളം മേഖലാ യൂണിയനുകളിലേക്കോ അപ്പെക്സ് സ്ഥാപനങ്ങളിലേക്കോ പ്രൊബേഷൻ കാലയളവിലോ അതിനുശേഷമോ സ്ഥലം മാറ്റത്തിനോ ഡെപ്യൂട്ടേഷനോ പരസ്പരമുള്ള സ്ഥലം മാറ്റത്തിനോ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. തിരുവനന്തപുരം മേഖലാ യൂണിയനിൽ സ്ഥിര നിയമനം ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊബേഷൻ കാലയളവിലോ അതിനുശേഷമോ തിരുവനന്തപുരം മേഖലാ യൂണിയൻ നിർദ്ദേശിക്കുന്ന മേഖലാ യൂണിയൻ്റെ കീഴിലുള്ള ഏത് യൂണിറ്റിലേക്കോ ഏത് സമയത്തും സ്ഥലമാറ്റത്തിന് വിധേയമായിരിക്കും. ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ 6 മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡ് തുടങ്ങിയവ കയ്യിൽ കരുതിയിരിക്കണം. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 2 വർഷമായിരിക്കും. 1000 രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് തിരുവനന്തപുരം മേഖലാ യൂണിയൻ്റെ വെബ്സൈറ്റായ www.milma.trcmpu.com റിക്രൂട്ട്മെൻറ്റ് 2025 എന്ന മെനുവിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 27/11/2025 വൈകുന്നേരം 5 മണിയാണ്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഡെയിലി ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.